കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ഭർത്താവ് മുഹമ്മദ് ഫർഹാൻ തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, നേരത്തെ 1 മാസത്തെ ഒരു കാലാവധി ഹൈക്കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് കോടതിയുടെ പുതിയ ഉത്തരവ്? രഞ്ജിത്ത്, നേരത്തെ കോടതി നൽകിയ ട്രാൻസിറ്റ് ബെയിലാണ്. അത് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള സാവകാശം, അതല്ലെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം തേടാനുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്നും മുൻകൂർ ജാമ്യം തേടാനുള്ള സാവകാശം, അതിനിടയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ് ഈ 1 മാസം കൊണ്ടുണ്ടായിരുന്നത്. ഈ 1 മാസം ട്രാൻസിറ്റ് ബെയിലിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. വീണ്ടും 2 ആഴ്ചത്തേക്ക് അത് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെയാണ് ഈ ഫർമാൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ വിധി ഫർമാന് തിരിച്ചടിയായിരിക്കുകയാണ്. അടിയന്തരമായി മധ്യപ്രദേശ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ട്രാൻസിറ്റ് ബെയിൽ ഇനി നീട്ടാനാകില്ല, അത് മുൻകൂർ ജാമ്യം നേടാനുള്ള കാലപരിധി അല്ല എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ട്രാൻസിറ്റ് ബെയിലിന്റെ കാലാവധി സാധാരണയായിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ ഹൈക്കോടതി തീരുമാനിക്കുകയാണ്. കോടതിയുടെ പരിധിയിൽ അതിന്റെ തീരുമാനം വരികയാണ് ചെയ്തത്. അതേസമയം മധ്യപ്രദേശ് പോക്സോ കോടതിയിൽ ഫർമാന്റെ എതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കാട്ടി മൊണോലിസയുടെ പിതാവ് നൽകിയിരുന്ന ഹർജിയിലാണ് മധ്യപ്രദേശ് പോക്സോ കോടതി ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ ഫർമാന്റെ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ എന്തായാലും മധ്യപ്രദേശ് കോടതിയുടെ നീക്കം തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള 1 മാസത്തെ സാവകാശം കോടതി നൽകിയിരുന്നു. ട്രാൻസിറ്റ് ബെയിൽ മുഖേന 1 മാസത്തെ സാവകാശം കോടതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അങ്ങനെ സാഹചര്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതിനുള്ള സാവകാശം മധ്യപ്രദേശ് പോലീസ് നൽകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും മധ്യപ്രദേശ് കോടതിയെ സമീപിക്കാനുള്ള സാവകാശം ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. അതാണ് അതിനനുസരിച്ച് ഫർമാൻ അടിയന്തരമായി മധ്യപ്രദേശ് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണ്. എന്തായാലും രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹാജരാകാനുള്ള നീക്കത്തിന് അതിനുള്ള അപേക്ഷ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അത് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ മധ്യപ്രദേശിലെ പോകാതെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടിയുടെ പിതാവ് നൽകിയിരിക്കുന്ന പരാതിയിലാണ് നിലവിൽ പോക്സോ കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതേസമയം ഇതര മതസ്ഥനെ വിവാഹം കഴിച്ചു എന്നുള്ള പേരിൽ താനും തന്റെ ഭർത്താവ് വധഭീഷണി അടക്കം അനുഭവിക്കുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസ് ഇവിടെ മഫ്തിയിൽ തുടരുന്നുണ്ട്. അവർ എൻകൗണ്ടർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അവർ നമ്മളോട് സംസാരിച്ചിരുന്നത്. അങ്ങനെയാണ് മൊണോലിസയും ഭർത്താവും ന്യൂസ് 8നോട് സംസാരിച്ചിരുന്നത്. അവരെ മധ്യപ്രദേശ് പോലീസ് ഇവിടുന്ന് പിടികൂടിയാലും അത് മധ്യപ്രദേശ് പോലീസിലുള്ള ആളുകൾ തന്നെ അവരെ അറിയിച്ചിരുന്നതാണ്. അതിലുള്ളവർ തന്നെ അവരെ അറിയിച്ചതാണ്. വല്ല വിധേനയുമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നുള്ള മെസ്സേജ് അവർക്ക് ലഭിച്ചിരുന്നു. അത് എൻകൗണ്ടർ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള ആശങ്കയും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം വെടിവെച്ച് കൊല്ലും, നേരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലും എന്നുള്ള മെസ്സേജുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം വധഭീഷണികൾ അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. സാമൂഹിക പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവര് എത്തിപ്പെടുന്നത് അവർ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഭർത്താവ് ഫർമാൻ ഖാന് എതിരാണ്, അല്ലെങ്കിൽ തിരിച്ചടിയാണ് എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.